ഹായ്. നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിനായി ചൂടായ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു പഴം നീളത്തിൽ കട്ട് ചെയ്തത് നെയ്യിലിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക. ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോൾ അടുത്ത ഭാഗത്തേക്കും മറിച്ചിട്ട് 2 ഭാഗവും മൊരിയിച്ചെടുക്കുക. പഴത്തിൻ്റെ 2 ഭാഗവും നന്നായി മൊരിഞ്ഞതിന് ശേഷം അത് ഒന്ന് മാറ്റി വെക്കുക. ഇനി ആ പാനിലോട്ട് തന്നെ കുറച്ചും കൂടെ നെയ്യൊഴിച്ച് അതിൽ അണ്ടിപ്പരിപ്പിട്ട് വറുത്തെടുക്കുക. കൂടെ കുറച്ച് മുന്തിരിയും കൂടെ ചേർക്കുക. ഒരു മുറി തേങ്ങയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായി മാറി തുടങ്ങുമ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. വീണ്ടും ഒന്നുകൂടെ വറുത്തെടുക്കുക. കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കുക. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. ഒരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദ എടുക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുക. ഒരു 2-3 ഏലക്കായും കൂടെ ചതച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ തൊലി ഒന്നോടെ എടുത്ത് മാറ്റാം. ഇനി അതിലോട്ട് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. കൂടെ 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി കളറിന് വേണ്ടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് നെയ്യൊഴിച്ച് മാവ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. മാവൊന്ന് ചെറുതായി വെന്ത് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പഴം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഈ സമയം ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഫ്ലെയിം ഒന്ന് ചെറുതാക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ അടങ്ങിയ ആ മിക്സ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.